തരട്ടെ. ആ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ മദ്ഹുകൾ ഊണിലും മുറക്കിലും ഒക്കെ നിർവഹിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ ഇത്തിബാ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറെ ആരാ സഹോദരങ്ങളെ അവലംബിക്കാനുള്ളത്? തങ്ങൾ ഇങ്ങനെ നരകത്തെ നോക്കിയിട്ട് പറയും, നരകമേ അഊദു ബില്ലാഹി മിൻകി, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു, നിന്നെപ്പറ്റി കാവൽ ചോദിക്കുന്നു. നരകം മുത്തുനബി തങ്ങളോട് സംസാരിക്കുകയാണ്. നരകത്തിന് സംസാരമുണ്ടോ? ഉണ്ട്. നരകത്തിന് ജീവനുണ്ട് എന്നാണ് മഹാന്മാര് പറയുന്നത്. കാരണം നരകത്തിന്റെ അവസ്ഥ അങ്ങനെയല്ലേ. തബാറക സൂറത്തിലൊക്കെ ഓതുന്ന ആൾക്കാർ ഒന്നിങ്ങനെ അവിടെ നിന്ന് മനസ്സിരുത്തി ഓതണം. എങ്ങനെയാണ് തബാറക സൂറത്തിൽ നരകത്തെ പറ്റി പറയുന്നത്? തകാദു തമയ്യസു മിനൽ ഗൈം, നരകം അതിന്റെ ക്രോശം കൊണ്ട്, ക്രോധം കൊണ്ട് പൊട്ടി വിണ്ട് കീറിയിട്ടൊക്കെ എല്ലാത്തിനെയും തരിപ്പണാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ നരകത്തിന് അങ്ങനെ ഒരു പൊട്ടിക്കീറുന്ന ഒരു സ്വഭാവം ഉണ്ടോ? ഉണ്ട്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ ലം യതികും നദീർ. വല്ലാത്തൊരു രംഗമാണ് നരകത്തിന്റെ രംഗം. നരകം ഇങ്ങനെ പൊട്ടിക്കീറുക, നരകം ഇങ്ങനെ ഗൗരവത്തോടെ ശബ്ദിക്കുക. നരകം പറയും. നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നരകം എന്താ പറയുന്ന വാക്കറിയോ? ലഅന്തഖിമന്നൽ യൗമ മിമ്മൻ റസഖ മിമ്മൻ അകല റിസ്ഖല്ലാഹി വഅബദ ഗൈറഹു. അല്ലാഹുവിന്റെ അന്നം ഭക്ഷിച്ച് അല്ലാഹ് അല്ലാത്തവർക്ക് വഴിപ്പെട്ട് അനുസരിച്ച് ജീവിച്ചവരില്ലേ, അവരെ ഞാൻ പ്രതികരിക്കും. അടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് അല്ലാത്തവർക്ക് വഴിപ്പെട്ട്, ദുനിയാവിന് വഴിപ്പെട്ട്, ദേഹേച്ഛക്ക് വഴിപ്പെട്ട്, ശൈത്താന് വഴിപ്പെട്ട്, ഭൗതിക താല്പര്യങ്ങളുടെ ഇംഗിതങ്ങൾക്ക് പിന്നാലെ പോയിട്ട് പടച്ച റബ്ബിന്റെ അന്നം തിന്നു കഴിഞ്ഞ ആളുകളില്ലേ, അവരെ ഇന്ന് നന്നായി ഞാൻ പ്രതികരിക്കും, ശിക്ഷിക്കും, ഒരൊറ്റൊന്നിനെയും വിടൂല. നരകം പറയുന്ന പറച്ചിലാണ് ഈ മലക്കൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് കിട്ടുന്ന നേരത്ത്. മുത്തുനബി നിങ്ങൾ കാവൽ ചോദിക്കുമ്പോൾ നരകം ചോദിക്കാൻ, നബിയെ തങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുന്നത്? തങ്ങൾ ഏതായാലും ഇങ്ങോട്ട് വരൂലല്ലോ, നിങ്ങളെ ബോഡി അല്ലാഹ് എനിക്ക് ഹറാമാക്കിയിട്ടില്ല, തങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുന്നത്? എന്താ മറുപടി എന്നറിയോ? ലി ഉമ്മത്തി, ഞാൻ എനിക്ക് വേണ്ടിയല്ല നരകമേ കാവൽ ചോദിക്കുന്നത്, എന്റെ ഉമ്മത്തിന് വേണ്ടിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തെ കൊണ്ടുവന്ന് കെട്ടുമ്പോഴും നമുക്ക് വേണ്ടി കാവൽ ചോദിക്കുന്ന നേതാവാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തുനിന്ന് ഓരോ സ്റ്റെപ്പ് ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ, ഞാൻ അവസാനിപ്പിക്കാണത്, പറഞ്ഞാൽ തീരാത്തൊരു ലോകാണ്. ഇങ്ങനെ പോരുന്ന സമയത്ത് സഹോദരങ്ങളെ, ബാക്കിയുള്ള 6 തട്ടിലുള്ള ആൾക്കാരെന്താ പറയുന്ന ഭാഷ എന്നറിയോ? ഖുർആൻ പറയുന്നുണ്ട്, സിറാത്തിലൂടെ ഓരോരുത്തർ ഇങ്ങനെ അക്കരെ എത്തുന്ന നേരത്ത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ പറയും, ലൗ കാനൂ മുസ്ലിമീൻ, ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങള് മുസ്ലിങ്ങളായില്ലല്ലോ, മുസ്ലിമായി ജീവിച്ചു മരിച്ചില്ലല്ലോ. സത്യനിഷേധികൾ പരലോകത്തെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, താല്പര്യത്തോടെ കൂടുതലായവർ പറയുന്ന വാക്കെന്താണ്? ലൗ കാനൂ മുസ്ലിമീൻ, ലൗ കാനൂ മുസ്ലിമീൻ, മുസ്ലിം ആയിരുന്നെങ്കിൽ ഒന്ന് സ്വർഗത്തിലെത്താൻ വേണ്ടി ചോദിക്കാമായിരുന്നു, ഒന്ന് ശ്രമിക്കാമായിരുന്നു, ഏതെങ്കിലും ഒരു റെക്കമെൻഡിലൂടെ കഴിച്ചിലാകുമായിരുന്നു. ഇവരൊക്കെ നരകത്തുനിന്ന് പോയല്ലോ, ഞാനും മുസ്ലിമായില്ലല്ലോ, എന്റെ ഉപ്പയും മുസ്ലിമായില്ലല്ലോ. ഇതിങ്ങനെ വളരെ വിഷമത്തോടെ നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആ നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ പോകുന്ന ഒരു വിഭാഗത്തിലും പെട്ടുപോകരുത്. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകരുത്, മദ്യപാനത്തിന് അടിമപ്പെട്ടു പോകരുത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ദുനിയാവിൽ മദ്യം കുടിച്ചിട്ട്, ദുനിയാവിൽ മദ്യപാനം നടത്തിയിട്ട് വേണ്ട രൂപത്തിൽ പൊറുപ്പിക്കാൻ കഴിയാതെ, അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ കഴിയാതെ മരിച്ചു പോരുന്നവൻ അതാ നരകക്കാരുടെ തീനത്തുൽ ഖബാലിൽ നിന്ന് അവന് കുടിപ്പിക്കുമെന്നത് നിശ്ചയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ
തആല നരകക്കാരന്റെ തീനത്തുൽ ഖബാലിൽ നിന്ന് ആ മനുഷ്യന് കുടിക്കാൻ കൊടുക്കുമെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ തീനത്തുൽ ഖബാലി എന്താണ്? മയക്കുമരുന്നിന് അടിമപ്പെടണ്ട. പ്രിയപ്പെട്ട പെങ്ങളെ, ആഘോഷ ദിവസങ്ങൾ വരുമ്പോ, ന്യൂ ഇയറും മറ്റും വരുമ്പോ, കല്യാണങ്ങൾ വരുമ്പോ, സൽക്കാരങ്ങൾ വരുമ്പോ തോന്നിവാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നിന്റെ ആഖിറം മറന്നു പോകണ്ട. തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കപ്പെട്ടു പോകും. സഹോദരിമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല സംഭാവനകൾ ഇട്ട് കൊടുക്കണം. നരകത്തിൽ നിന്ന് സലാമത്ത് കിട്ടണം എന്ന ഉദ്ദേശത്തോടെ വലിയ വലിയ സംഭാവനകൾ കൊടുക്കും. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. തീനത്തുൽ ഖബാൽ സുഖിക്കാൻ പറ്റിയ ഒരു മരുന്നാണോ? കുടിക്കാൻ പറ്റിയൊരു ജലമാണോ? എന്താ നബിയെ തീനത്തുൽ ഖബാൽ? സ്വദീദു അഹ്ലി ജഹന്നം, നരകക്കാരന്റെ കക്ഷഭാഗത്തുനിന്നും നരകക്കാരന്റെ സ്വകാര്യ ഭാഗത്തു നിന്നും ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലമില്ലേ, അത് അല്ലാഹു കുടിക്കാൻ കൊടുക്കുന്നത് ദുനിയാവിൽ കള്ളുമോന്തിയവനാ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവനാണ്. നീ ജനങ്ങൾക്കിടയിൽ കുടിച്ചത് നല്ല പാനീയങ്ങളല്ലേ? ആളുകൾ കാണുമ്പോ നീ കുടിച്ചത് ഹലാലായ പാനീയങ്ങളല്ലേ? നിന്റെ സ്വകാര്യതയിൽ ഹറാമും മോന്തിയിട്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ട് നിന്റെ ജീവിതത്തിന്റെ ഉല്ലാസ വഴികൾ നീ തുനിച്ചുവെങ്കില്, അങ്ങനെ കളഞ്ഞുവെങ്കില്, നരകം കാത്തിരിക്കുന്നൊരു ചീഞ്ചലമുണ്ട്. അത് കുടിക്കുമ്പോഴോ ഉള്ളിലേക്ക് എത്തുമ്പോഴുള്ള കഥയറിയുമോ? യതജറഉഹു വലാ യകാദു യുസീഗുഹു വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ. ഒരൊറ്റ മുറുക്ക് കുടിക്കുമ്പോഴേക്ക് നിന്റെ ചുണ്ട് പൊണ്ടുകൊണ്ട് നിന്റെ ചുണ്ട് പൊള്ളിയിട്ട് കരിഞ്ഞിട്ട് വീണുപോയി. ഉള്ളിലേക്ക് എത്തുമ്പോ പല്ല് മുഴുവനും വീണുപോയി. നാവിലേക്ക് എത്തുമ്പോ നാവിന്റെ ഭാഗം മുറിഞ്ഞുപോയി. ഉള്ളിലേക്ക് എത്തുമ്പോഴോ എത്തുന്നിടത്ത് മുഴുവനും കൊടൽമാലകളും ബാക്കികളും കഷ്ണം കഷ്ണങ്ങളായി ഇങ്ങനെ മുറിക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ജലമാണ് കുടിക്കാൻ തരുന്നത്. അതിന്റെ ചൂട് അസഹ്യമാ, വാസന അസഹ്യമാ, ടേസ്റ്റ് ഒരു നിലക്കും നാവിനോട് ചേരൂല, കുടിക്കാനൊക്കൂല. അതിന്റെ ചൂടിനെ പറ്റിയല്ലേ സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറഞ്ഞത്, ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ച് വലഞ്ഞ ഒട്ടകം അതിന്റെ ദാഹം ക്ഷമിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കുന്നത് പോലെ ദാഹിച്ച് വലയുന്ന രീതിയിൽ നരകക്കാരന്റെ തൊണ്ടയിടറുമ്പോ ഒരിറ്റ് ജലം കിട്ടിയെങ്കിലെന്ന് വിചാരിക്കുമ്പോ കുടിക്കാൻ കൊടുക്കുന്നത് ചൂടുള്ള ചീഞ്ചലമാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലത് കുടിക്കണം, നല്ലത് ഭുജിക്കണം, നല്ലതിന് വേണ്ടി പ്രവർത്തിക്കണം. നരകത്തിനെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് ഭയപ്പാടോടെ കഴിയണം. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാത്ത ഒരൊറ്റ നിസ്കാരവുമില്ല, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാത്ത ഒരു പ്രാർത്ഥനയും ഇല്ല. നരകം അത്രയും ഭയാനക ലോകമാണ്. സ്വർഗലോകം അധ്വാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും റഹ്മത്തും ഒക്കെ ഉദ്ദേശിച്ച് മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് സജ്ജീകരിച്ച ലോകത്തിലേക്ക് അള്ളാഹു നമുക്ക് എളുപ്പം നൽകുമാറാകട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വതക്ക അധികരിപ്പിക്കുക, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, നിസ്കാരം ഒന്നും ഖളാക്കാതിരിക്കുക. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ 110 ദിക്റും കഴിഞ്ഞിട്ടില്ലാതെ അവിടുന്ന് എഴുന്നേൽക്കാതിരിക്കുക. കഴിയോ? ഒന്ന് കൂട്ടി നോക്കി. എത്ര ചൊല്ലിയെന്ന്? സുബഹിയും ളുഹറും അസ്റും മഗ്രിബൊക്കെ നിസ്കരിച്ചില്ലേ? ഇശാഒക്കെ എത്ര ചൊല്ലി? എത്ര ചൊല്ലാൻ നമ്മളെ ശരീരം ക്ഷമിച്ചിരിക്കും? സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോക ദിക്ർ ചൊല്ലിയാൽ എന്ന് പാവപ്പെട്ട സ്വഹാബത്തിനോട് ഔലിയാക്കളോടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നമുക്ക് പിന്നെ ഏത് സ്വർഗാ വേണ്ടത്? അതിനൊന്നും ഒഴിവില്ലല്ലേ? ഒരു ദിക്ർ ചൊല്ലാൻ ഒരു 5 മിനിറ്റ് ഈ ശരീരത്തെ പിടിച്ചിരുത്താൻ മാത്രം നമ്മളെ ശരീരം പിശുക്കാണെങ്കിൽ പിന്നെ എങ്ങനെ സഹോദരങ്ങളെ സ്വർഗത്തിലെത്തണ്ടേ? എങ്ങനെ എത്തും? അതിനുവേണ്ടി സെറ്റപ്പോടെ ജീവിക്കണം. ഞാൻ എന്റെ ഭാഷണം നിർത്തുന്നു. സമയം പരിമിതമാണ്.
വിഷയങ്ങൾ എവിടെ എത്തിയിട്ടില്ല, ഞാനൊന്ന് തോണ്ടി വെച്ചു എന്ന് മാത്രം. സൗകര്യപൂർവ്വം വീണ്ടും പറയാനും കേൾക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗ്ഗക്കാരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിന്റെ മഹലായ ഫദ്ൽ കൊണ്ട്, അംബിയ ഔലിയ ഇന്ന മദദ് കൊണ്ട് സ്വർഗീയസ്ഥരിൽ ഉൾപ്പെടാൻ പറ്റുന്ന അടയാളങ്ങൾ തന്ന അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതിന് പറ്റുന്ന നല്ല മനസ്സ്, നല്ല ഖൽബിന്റെ സ്വഫാ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഒരാളോടും ഒരു വൈരാഗ്യവും ഒരു വിദ്വേഷവും ഇല്ലാതെ നല്ല നിലക്ക് ദീനിന് വേണ്ടി അവനവനെ കൊണ്ട് കഴിയുന്ന ഖിദ്മത്തെടുത്തുകൊണ്ട് നല്ല നിലക്ക് ഈമാൻ കാത്തു സൂക്ഷിച്ച് ജീവിച്ച് അവസാനം മൗത്ത് വരുന്ന നേരത്ത് കാമിലായ ഈമാനോടെ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാര പ്രശോഭിത പൂമുഖം മതിവരുവോളം കണ്ട് കലിമ ചൊല്ലി പിരിയാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഉസ്താദുമാരിൽ സൂക്കേടിലായും മറ്റും വിഷമമുള്ള ആളുകൾക്ക് അല്ലാഹു തആല രക്ഷ നൽകുമാറാകട്ടെ, ശിഫാ നൽകുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എല്ലാവർക്കും അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഭക്ഷണം നൽകിയ വീട്ടുകാര്, കുടുംബക്കാര്, അവരെ വിദേശത്തുള്ള ആളുകളുണ്ട്, ഗൾഫിൽ പോയപ്പോൾ പരിചയമുള്ള ആളുകൾ, എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഈ നാടിന് നേതൃത്വം നൽകുന്ന സയ്യിദ് അവർകള്, ഇവിടെയുള്ള ഉമറാക്കള്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഉറൂസിൽ നന്നായി സഹകരിച്ച് നേതൃത്വം നൽകുന്നവരാണ്. എല്ലാവർക്കും നമുക്ക് ദുആഇന് വേണ്ടി വന്ന ബഹുമാനപ്പെട്ട കണ്ണമന്തങ്ങൾ ഉപ്പാപ്പടക്കം എല്ലാവർക്കും അല്ലാഹു തആല ഇസ്സത്ത് ഏറ്റി നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.